തമ്പനയിൽ കണ്ടതുപോലെ ക്രെഡിറ്റ് സ്കോർ 450 ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ നോക്കുന്ന ബേസിക് ക്രൈറ്റീരിയയാണ് ക്രെഡിറ്റ് സ്കോർ നോക്കുക എന്നത്. മിനിമം 700 മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് അൺസെക്യൂർഡ് ലോൺസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ ഈ പറയുന്ന സ്ഥാപനം വഴി ലോൺ ലഭിക്കുന്നതിന് ക്രെഡിറ്റ് സ്കോർ 450 ഉണ്ടായാൽ മതി. ക്രെഡിറ്റ് സ്കോറിന് പുറമെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ലോൺ പ്രോസസ് ചെയ്യുന്നത്. ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് നിങ്ങളുടെ പഴയ ലോണിൽ സെറ്റിൽമെന്റോ റൈറ്റ് ഓഫോ ഉണ്ടെങ്കിൽ ഈ ലോൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. കൂടാതെ ആക്റ്റീവ് ലോണുകളിൽ പെൻഡിംഗ് ഉണ്ടെങ്കിലും ഈ ലോൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ പ്രീവിയസ് ലോണുകൾ പെൻഡിംഗ് ആയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യാതെയാണ് ആ ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഓവർ എൻക്വയറീസ് കാരണം ലോൺ ലഭിക്കാത്ത വ്യക്തികൾക്കും ഈ ലോൺ അപേക്ഷിക്കാവുന്നതാണ്. പല ബാങ്കുകളിൽ സാലറി സ്ലിപ്പാണ് സ്വീകരിക്കുന്നത്, എന്നാൽ ഈ ലോൺ ചെയ്യാനായിട്ട് നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഈ ലോണിന്റെ ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ക്രെഡിറ്റ് ബ്യൂറോകളൊന്നായ ക്രെഡിറ്റ് സ്കോർ 450 നമ്മൾ ഈ ലോൺ ചെയ്യുന്നതിന് പരിഗണിക്കുന്നത്. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഈ ലോൺ സ്ഥാപനം വഴി ലോൺ ചെയ്യാൻ കഴിയുന്നത്. 36 മാസം വരെയാണ് ഇതിന്റെ ടെന്യൂർ വരുന്നത്. ഇതിന്റെ പലിശ നിരക്ക് വരുന്നത് 15% വരെയാണ്. നമുക്ക് എത്രയാണോ സാലറി വരുന്നത്, നെറ്റ് സാലറി എത്രയാണോ അതിന്റെ 5 മടങ്ങ് വരെ ലോൺ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ നോക്കുന്നത് നെറ്റ് സാലറിയാണ് നോക്കുന്നത്. നിങ്ങളുടെ PF, ESA എന്നിവയുടെ പിടുത്തം കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണോ കയറുന്നത് അതാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് 10,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ലോൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ 5 മടങ്ങ് വരെയാണ് ലോൺ എമൗണ്ട് കിട്ടുന്നത്. നിങ്ങളുടെ സാലറിയുടെ 50% താഴെ ആയിരിക്കണം നിലവിലെ EMI, എങ്കിൽ മാത്രമാണ് ഈ ലോൺ പ്രോസസ് ചെയ്യാൻ കഴിയുന്നത്. ഇതിന്റെ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ലോൺ ചെയ്യാനായിട്ട് കസ്റ്റമറിന്റെ പേരിലോ കോ അപ്ലിക്കന്റെ പേരിലോ ലാൻഡ് ടാക്സ് കമ്പൾസറിയാണ്. കോ അപ്ലിക്കന്റ് ഫാമിലി മെമ്പർ ആയിരിക്കണം എന്നത് മറ്റൊരു കാര്യമാണ്. കസ്റ്റമറിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്. സാലറി സ്ലിപ്പ് ലേറ്റസ്റ്റ് 6 മന്ത് ആണ് വേണ്ടത്. അത് കഴിഞ്ഞ് വേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ലേറ്റസ്റ്റ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ ഫോട്ടോയാണ്. എന്നിവയാണ് ഇവിടെ കൊടുക്കേണ്ട ആപ്ലിക്കന്റ് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ്. കോ അപ്ലിക്കന്റ് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റേതെങ്കിലും ഒരു ID പ്രൂഫ് തന്നാൽ മതിയാകും. പിന്നെ വേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ്. അപ്ലിക്കന്റിന് ബാങ്ക് ഡോക്യുമെന്റ്സ് വേണ്ടതായിട്ടുണ്ട്, കോ അപ്ലിക്കന്റിന് ബാങ്ക് ഡോക്യുമെന്റ്സ് വേണ്ടതായിട്ടുണ്ട്. എന്നിവയാണ് ഇതിന് വേണ്ട ഡോക്യുമെന്റ്. അപ്പോൾ ഇതിന്റെ ഡോക്യുമെന്റ് ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ ഒന്നുകൂടി കൊടുക്കാവുന്നതാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ ഈ ഡോക്യുമെന്റ്സ് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രോസസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇതൊരു ഓൺലൈൻ പ്രോസസ് അല്ല, ഓഫ്ലൈൻ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഈ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും ഡോക്യുമെന്റ്സ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം വരുന്നത് ഒരു 15 വർക്കിംഗ് ഡേയ്സ് വരെയാണ് വരുന്നത്. നിങ്ങൾ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു വെരിഫിക്കേഷൻ കോൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജോബ് സ്ഥലത്ത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും എമൗണ്ട് പാസ്സാവുന്നത്. അത് കഴിഞ്ഞ് എഗ്രിമെന്റ്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. ഇതിനൊരു 15 വർക്ക് ഡേയ്സ് ആണ് സമയം വരുന്നത്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കും ലോൺ സർവീസുകൾക്കും വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ബൈ.